ഏറെ വിമർശനങ്ങളും സൈബർ അറ്റാക്കുകളും നേരിട്ട കൊല്ലം സുധിയുടെ ഭാര്യ രേണു അവതാരക ലക്ഷ്മി നക്ഷത്രയുമായുള്ള സൗഹൃദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. സുധി മരിച്ച ശേഷം വ്ളോഗിലെല്ലാം രേണുവിനെയും കുട്ടികളെയും ഉൾപ്പെടുത്തിയത് വലിയ തോതിൽ വിമർശനങ്ങൾക്കും ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ സൗഹൃദം അവസാനിപ്പിച്ചോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇതിനുള്ള മറുപടിയുമായി രേണു തന്നെ എത്തിയിരിക്കുകയാണിപ്പോൾ. ലക്ഷ്മി നക്ഷത്രയുമായി കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ലക്ഷ്മി ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കും, തിരക്കല്ലേ, പിന്നെ ഞാനും അടുത്തിടെയായി കുറച്ച് തിരക്കാണ് എന്നാണ് രേണു സുധി പറഞ്ഞത്. ഒരു ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു രേണുവിൻ്റെ മറുപടി. താൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്, വേറെ ആരും തീരുമാനിക്കാനില്ല. മൂത്ത മകനെ എല്ലാം അറിയിക്കും, വർക്കൊക്കെ വരുമ്പോൾ അവനോട് പറയും. സുധിച്ചേട്ടൻ്റെയും എൻ്റെയും വീട്ടുകാരും സപ്പോർട്ടാണെന്നും ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നും രേണു പറയുന്നു. അടുത്തിടെ ദാസേട്ടൻ എന്ന സോഷ്യൽ മീഡിയ താരവുമായുള്ള രേണുവിൻ്റെ ആൽബം പുറത്തു വന്നിരുന്നു. ഇതിലെ രംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. ഭർത്താവും നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ വേർപാടോടെ അനാഥമായ കുടുംബത്തിൻ്റെ സംരക്ഷണ ചുമതല ഇപ്പോൾ രേണുവിനാണ്. 2 മക്കൾക്കും നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ രേണുവിൻ്റെ ലക്ഷ്യം. അഭിനയത്തിൽ താല്പര്യമുള്ള രേണു നാടകം, മ്യൂസിക് വീഡിയോകൾ എന്നിവയിലെല്ലാം സജീവമാണ്. അടുത്തിടെ ചെയ്ത റൊമാൻറ്റിക് റീലുകൾക്കാണ് രേണുവിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. എന്നാൽ വിമർശനങ്ങളിലൊന്നും തളരാതെ മുന്നോട്ട് പോവുകയാണ് രേണു. റീലുകളിലൊക്കെ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുകയുണ്ടായി എന്ന് രേണു പറഞ്ഞു. സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് താനെന്നും രേണു പറയുന്നു. അഭിനയിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് എൻ്റെ കുടുംബത്തിന് തോന്നിയിട്ടില്ല. സിനിമയിലേക്ക് വിളിച്ചാൽ അഭിനയിക്കും. അഭിനയം എൻ്റെ പാഷനാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പ്ലാനില്ല. ഏട്ടൻ മരിച്ച സമയത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. അത് എംപ്ലോയ്മെൻ്റ് വഴിയേ നടക്കൂ. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നത്തേക്ക് ശരിയാകുമെന്ന് അറിയില്ല. നേരിട്ട് കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ടാണ്. കമൻസ് വരുന്നത് മുഴുവൻ ഫേക്ക് ഐഡികളിൽ നിന്നാണ്. ദാസേട്ടൻ കോഴിക്കോടിനെ പരിചയമുള്ളതുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്തത്. ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നല്ലൊരു കഥാപാത്രമാണ്. ഷൂട്ട് തൃശ്ശൂരാണ്. സിനിമയിൽ നിന്നും പലരും വിളിച്ച് വർക്കൊക്കെ നന്നായി എന്ന് അഭിനന്ദിച്ചിരുന്നു. ദാസേട്ടൻ എൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു ആൽബം ചെയ്യാൻ പോവുകയാണെന്നും രേണു പറഞ്ഞു. 2 വർഷം മുമ്പുണ്ടായ കാർ അപകടത്തിലാണ് കൊല്ലം സുധി അപ്രതീക്ഷിതമായി മരണപ്പെട്ടത്. സുധിയുമായുള്ള രേണുവിൻ്റെ ദാമ്പത്യം 5 വർഷം പിന്നിട്ടപ്പോഴായിരുന്നു മരണം. കാർ അപകടത്തിൻ്റെ രൂപത്തിൽ എത്തി സുധിയെ കവർന്നത്. ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും സജീവമായിരുന്നുവെങ്കിലും കാര്യമായ സമ്പാദ്യമൊന്നും സുധിക്കുണ്ടായിരുന്നില്ല. വാടക വീട്ടിലായിരുന്നു കുടുംബസമേതം കഴിഞ്ഞിരുന്നത്. സുധിയുടെ മരണശേഷം സന്നദ്ധ സംഘടനയാണ് രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയത്.